വേങ്ങരയിൽ ഇന്നലെ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 18-കാരൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. കണ്ണമംഗലം അച്ചനമ്പലം സ്വദേശി പുള്ളാട്ട് അബ്ദുൽ വദൂത്താണ് മരിച്ചത്. തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റ് മരണം സംഭവിച്ചത്. ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. പറയൂ സമീർ. ഇന്നലെ വൈകുന്നേരമാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. വേങ്ങര അച്ചലമ്പലത്തിനടുത്തുള്ള വെട്ടുതോട് തോട്ടിലാണ് അപകടം സംഭവിച്ചത്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മരിച്ച 18 വയസ്സുള്ള വധൂത്തും 2 സുഹൃത്തുക്കളും തോട്ടിൽ കുളിക്കാനായി എത്തിയതായിരുന്നു. ഈ സുഹൃത്തുക്കൾ മുകളിലത്തെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ താഴ്ഭാഗത്തേക്ക് ഈ മരിച്ച വധൂത്ത് നീന്തി വരികയായിരുന്നു. അങ്ങനെ നീന്തി വന്ന് ഇവിടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തെത്തുന്ന സമയത്താണ് വധൂത്ത് ഈ കരയുടെ ഭാഗത്തേക്ക് തോട്ടിൽ നിന്നും കയറാൻ വേണ്ടി ശ്രമിച്ചത്. ആ സമയത്ത് ഇവിടെ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഈ കരയിലേക്ക് കയറാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ആ സമയത്താണ് ഷോക്ക് ഏൽക്കുകയും ഈ അപകടം സംഭവിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതൊരു ജനവാസം ഉള്ള ഭാഗമല്ല, ഒരു കൃഷി ഒക്കെ തന്നെ നടക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണ കാര്യം പ്രദേശവാസികൾക്കോ KSEBിക്കോ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെ തോട്ടിൽ നിന്നും ഇങ്ങോട്ട് പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചതാണല്ലോ വൈദ്യുതി കമ്പിയിൽ. അതെ, അവൻ്റെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നില്ല, തൊട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ അവർ ഇവനെ കാണാത്തതുകൊണ്ട് ഈ സൈഡിലൂടെ വന്ന സമയത്ത് അവൻ ഇവിടെ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അവന് ഷോക്കേറ്റു. ഉടനെ തന്നെ അവർ പിന്നെ ആ ശ്രമം ഒഴിവാക്കിയിട്ട് റോട്ടിൽ കയറി ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കറണ്ട്, അതായത് അവിടെ ഫ്യൂസ് ഊരാൻ ശ്രമിച്ചു. അങ്ങനെ ഫ്യൂസ് ഊരിയതിന് ശേഷമാണ് ആളെ പിന്നെ അവിടെ നിന്ന് ലൈൻ കമ്പിയിൽ നിന്ന് മാറ്റണതും. പിന്നെ അപ്പോഴേക്കും നമ്മളൊക്കെ ഓടിയെത്തി. നമ്മൾ വന്നതിന് ശേഷം ആളെ ഇവിടെ നിന്ന് നമ്മൾ പിടിച്ച് കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുവന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ വലിയ രീതിയിൽ CPR കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള നല്ല ശ്രമം നടത്തി. പക്ഷേ ആ സമയത്ത് തന്നെ ശരിക്കും ചലനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തൊട്ടടുത്ത് വേങ്ങരയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മളവിടെ കാണിച്ചു. അവിടെ നിന്ന് റെഫർ ചെയ്തു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന വഴിയൊക്കെ ആംബുലൻസിൽ നിന്ന് നമ്മൾ ശരിക്കും CPR കൊടുത്തുകൊണ്ടാണ് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ നിന്നും 2 അവിടുത്തെ നഴ്സുമാർ അവർ കൂടെ ഒക്കെ ഉണ്ടായി. നല്ലൊരു ശ്രമം നടത്തി ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ ഏകദേശം 4:30 മുമ്പായിട്ട് തന്നെ നമ്മൾ തിരുവങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഒരു 4:45 കൂടിയിട്ട് ഡെത്ത് സ്ഥിരീകരിക്കുകയുണ്ടായത്. രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത്. ഇതൊരു കൃഷിസ്ഥലമായതുകൊണ്ട് തന്നെ ആളുകൾ അധികം ഇങ്ങോട്ട് എത്താത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അപകടം സംഭവിച്ച കാര്യം അറിയാൻ തന്നെ പ്രയാസപ്പെട്ടെന്ന് തോന്നുന്നില്ല. അതെ, അതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചുഴലടിച്ചപ്പോൾ ആ സമയത്ത് ആകാം സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടില്ല നമ്മളൊരു വിശ്വാസം. പക്ഷേ നമ്മൾ ആ ചുഴലടിച്ചപ്പോൾ നമ്മൾ അവിടെ നിരന്തരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് പോലും അന്ന് കോറലേൽപ്പിച്ചില്ല. അപ്പോൾ നമ്മളൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു വിഷമം ഉണ്ടാക്കി. ആരും ശ്രദ്ധിച്ചില്ല, അറിഞ്ഞില്ല എന്നാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഇവിടെ ഇനി വൈദ്യുത ലൈൻ പൊട്ടി വീണ കാര്യം ഒരു ജനങ്ങൾ താമസിക്കുന്ന ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അറിയാതെ പോയതാണ് ഇത്തരൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇവിടെ നടക്കാനിരിക്കുകയാണ്. KSEBിയുടെ അനാസ്ഥയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് 9:30 മണിക്ക് KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് വെച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.